ഞാൻ തുറന്നു പറയട്ടെ, ഇന്നുള്ള KPCC നേതൃത്വം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് ഈ സംഭവ വികാസങ്ങൾ ഈ നിലയിൽ എത്തിക്കാൻ പ്രധാന കാരണം. ആ ഒറ്റ ഒന്നാണ്. ഞാൻ എന്നോട് ചോദിച്ചവരോടൊക്കെ പറയുന്നുണ്ട്, വളരെ കാലങ്ങളായി കേന്ദ്രത്തിലെ നേതാക്കന്മാരിൽ പലരും എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് അവർക്ക് പോലും ഈ കാര്യത്തിൽ ഒരു പിക്ചർ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു ജനാധിപത്യ നടപടിക്രമം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ റാലിയും അതുമൊക്കെ ആ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി. ആ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരും പറഞ്ഞിട്ടുമില്ല. പ്രവർത്തകന്മാരുടെ വികാരം അറിയിക്കാൻ ചിലപ്പോൾ ചില പ്രകടനങ്ങൾ ആവശ്യമായി വരും. ആ നിലവിട്ട് സംഘടനയുടെ അച്ചടക്കത്ത പരിധിയിൽ നിന്ന് കടന്നുപോകുന്ന ഒന്നും ഇതേവരെ ചെയ്തിട്ടില്ല. ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണം എന്റെ രക്തത്തിൽ 100% നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പോൾ പുതിയ പാർട്ടിയുടെ പേര് കണ്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ആ ഇന്ത്യൻ എന്നുള്ളത് മാറ്റി നാഷണൽ കോൺഗ്രസ് ഇന്ത്യ എന്നുള്ളതാണ് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് കോൺഗ്രസ് എന്നിൽ നിന്ന് പോവില്ല, കോൺഗ്രസിൽ നിന്ന് എന്നെ പറഞ്ഞേക്കാനും പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ചിലര് പക്ഷെ പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഞാനിപ്പോഴും ഇതൊരു സ്പ്ലിറ്റായിട്ടോ ഒന്നും അല്ല കാണുന്നത്. കോൺഗ്രസിന്റെ കർമ്മപരിപാടി ശരിക്കും നടപ്പിലാക്കുന്ന സജീവമായ ഒരു സംഘടന നേതൃത്വം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ശ്രീ കെ കരുണാകരൻ അങ്ങ് 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് അംഗമായിരുന്നു. AICCയിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സുദീർഘമായ ഒരു പാരമ്പര്യം അങ്ങേക്കുണ്ട്. ഓർക്കുന്നു, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടന അന്ന് പിളർന്നപ്പോൾ അന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഏക അംഗം അങ്ങായിരുന്നുവെന്നുള്ള കാര്യം ഓർക്കുന്നു. ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക പുരുഷനായി തന്നെ നിലകൊണ്ട അങ്ങ് സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ സംരംഭത്തിന്റെ നായകനായി ചുരുങ്ങുന്നു എന്ന് പറയുന്നവരോട് അങ്ങയുടെ പ്രതികരണം? ഈ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊരു വിപുലമായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ വ്രണം ബാധിക്കുന്നതെന്ന് വരുമ്പോൾ ആ വ്രണം വെട്ടി നീക്കുമ്പോൾ അത് അവിടെ ചുരുങ്ങിയല്ല, അതിന്റെ വികസനം തടസ്സപ്പെടാതിരിക്കാനും. അതുകൊണ്ട് ആ ചുരുങ്ങിയ ഭാഗം നീക്കേണ്ടത് സമയത്തിന് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങ് സാങ്കേതിക അർത്ഥത്തിൽ കോൺഗ്രസിലെ സീനിയർ നേതാവായി ഈ നിമിഷം വരെ തുടരുകയാണല്ലോ. മറ്റന്നാൾ ഒരുപക്ഷെ പുതിയൊരു പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം കഥ മറ്റൊന്നാകുമെങ്കിലും ഇത്രയും കാലം അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ AICC പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ അങ്ങ് ചിലപ്പോൾ ശരത് പവാർ പോലെയുള്ള അങ്ങയുടെ പഴയ സഹപ്രവർത്തകന്മാരായി പോലും കൂടിക്കാണാർ ഉണ്ടായിരുന്നില്ലല്ലോ ആ അർത്ഥത്തിൽ. പക്ഷെ ഇപ്പോൾ അങ്ങ് ആ ഒരു നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രീ കെ കരുണാകരനോടൊപ്പം നിൽക്കുന്ന പുതിയ ഒരു സീനിയർ നേതാക്കന്മാരുടെ കൂട്ടായ്മ, അതിനുള്ള സാധ്യത? ഞാൻ മിസ്റ്റർ ശരത് പവാർ കോൺഗ്രസ് വിട്ടതിന് ശേഷം പാർലമെന്റിൽ വെച്ച് കാണുക അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയമായി സംസാരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. ഈ തവണ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരത് പവാറിന്റെ ഫോൺ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കാണാനുണ്ട്, പക്ഷേ ഒരു നിവൃത്തിയില്ല, ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ. അത് സാറില്ല, ഞാൻ എനിക്കൊരു 5 മിനിറ്റ് മതി, ബാക്കി വന്നോളാം വന്നു. അതിൽ കവിഞ്ഞൊരു പ്ലാനിന്റെ ഭാഗമായിട്ടല്ല, വാസ്തവത്തിൽ അന്ന് ഒരു അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കാണുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇഷ്ടവും ഇല്ലായ്മയും എനിക്ക് പ്രശ്നമല്ല. ഇന്നും ഇന്നലെയല്ല, ഇനിയുമല്ല.
ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ കെ കരുണാകരൻ, അതായത് ഇപ്പൊ മലയാളി എന്നൊക്കെ പറയുന്നതിൽ വിശേഷ അർത്ഥമൊന്നുമില്ല, കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം എന്നും ഡൽഹിയിൽ തന്നെയായിരുന്നു. ശ്രീ പ്രകാശ് കാരാട്ട് എങ്കിലും ഒരു മലയാളി എന്ന നിലയിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM-മായി ഒരുപക്ഷെ അങ്ങേക്ക് കൂടുതൽ അടുത്ത് ഇടപെടുവാനുള്ള ഒരു പ്രേരകമാകുമോ ശ്രീ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വം? എങ്ങനെ കരുതുന്നു? ശ്രീ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വം അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും സൃഷ്ടിക്കുന്നില്ല. ഒരുപക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ അടുപ്പമായിരുന്നു സൂർജിത് സിംഗ് ഞാനുമായിട്ട്. അത് ശരി. ഒരു 4-5 കൊല്ലം ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായി. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർത്ത ഒരു കോൺഗ്രസ്കാരൻ ഇന്ത്യയിലുണ്ടാക്കി. അത് നമ്പർ 1 ഞാനാണ്. അതിനതിൻ്റെതായ കാരണമുണ്ട്. കാരണം കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സമാധാനവും സൗഹാർദ്ദവുമാണ്. മാർക്സിസ്റ്റ് പാർട്ടി അത് സ്വീകരിച്ചിരുന്നില്ല ഒരു കാലത്ത്. കാലാന്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലും മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ തന്നെ വികസന സാധ്യതയെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഡൽഹിയിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംവിധാനം CPM-നെ ഉൾക്കൊള്ളുന്നത് പോലെ ശ്രീ കെ കരുണാകരനും CPM-നെ ഉൾക്കൊള്ളാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്നാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത്. അതായത് ഇന്ന് CPM-ഉമായിട്ട് ഒരിക്കലും സഹകരിക്കില്ല എന്ന് പറയാൻ ഒരു കോൺഗ്രസുകാരന് സാധ്യമല്ല. അവന്റെ മുൻപിൽ ഉള്ള ചിത്രം അതാണ്. ശരി. കോൺഗ്രസ് പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു, വളരെ സൗഹാർദ്ദമായിട്ട്. അത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രയോജനകരമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരുപക്ഷെ ശ്രീ കെ കരുണാകരൻ, ഒരു പ്രത്യേക ചോദ്യം. കേരളത്തിൽ ബംഗാളിനെ പോലെ ഒരുപക്ഷെ ബംഗാളിനേക്കാളും കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ കോൺഗ്രസും CPM-ഉം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അകന്നുനിന്ന് എന്നാൽ വീറോടുകൂടി പോരാടുന്ന ഒരു ചിത്രം കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ശ്രീ കെ കരുണാകരന്റെ പുതിയ രാഷ്ട്രീയ നീക്കം, അത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ കേരളത്തിലെ CPM-ഉം തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള സാധ്യത ഒരുക്കുമോ? സാഹചര്യങ്ങളാണ് അടുക്കാനും അകലാനും ഇടവരുത്തുന്നത്. ഇന്ന് കേരളത്തിന്റെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടെയാണ് എന്ന് അടുക്കാൻ പ്രേരണ നൽകുന്ന സാഹചര്യമാണ് ഇന്നത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മറ്റൊരു ചോദ്യം, ഒരുപക്ഷെ അത് അങ്ങയിൽ നിന്ന് ഒരു ഉത്തരത്തിന് വേണ്ടി ഒരു ഉത്സാഹം കാണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. മെയ് 1-ാം തീയതി മുമ്പ്, പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ രാജ്യസഭാ അംഗത്വത്തെക്കുറിച്ച് അങ്ങൊരു തീരുമാനമെടുക്കുമോ? ഇപ്പോൾ എന്താണ് അത് സംബന്ധിച്ച് മനസ്സിൽ തോന്നുന്നത്? എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ സമയം